എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. +1 ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഒരു പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കാണുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു സെക്ഷനിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ മാർക്സിനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നു, അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ അതങ്ങ് നീറ്റ് ആയിട്ട് പഠിച്ചു പോകാം കേട്ടോ. ആൻഡ് ദ ടോപ്പിക് ഈസ് ഡൈമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഏതാണ് ടോപ്പിക്? ഡൈമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ കണ്ടു ഇല്ലേ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഒക്കെ കണ്ടു. അപ്പം അതിന്റെ ഡൈമെൻഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ ഡൈമെൻഷൻസ് എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ട്, അതുപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെയൊക്കെ ഡൈമെൻഷൻസ് എന്തൊക്കെയാണെന്ന്. ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് ഏതാണ്? ലെങ്ത്, മാസ്, ടൈം ഇല്ലേ? ലെങ്ത്, മാസ്, ടൈം. ലെങ്ത്, മാസ്, ടൈം ആണ് ബേസ് ആയിട്ടുള്ള ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞാൽ അതിനെ പവേഴ്സ് വെച്ച് നമ്മുടെ ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതായത് ലെങ്ത്, മാസ്, ടൈം അല്ലേ? ഇതിനെ നമ്മൾ ഒരു പവേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡൈമെൻഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഡൈമെൻഷൻ നമ്മൾ എപ്പോഴും എഴുതാൻ നേരത്തെ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഡൈമെൻഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡൈമെൻഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ലെങ്തിന്റെ ഡൈമെൻഷൻ ആണെങ്കിൽ നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇടുന്നത്. മാസിന്റെ ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിലെ ക്യാപിറ്റൽ എം ഇടും. സമയത്തിന്റെ ആണെങ്കിൽ ക്യാപിറ്റൽ ടി. മനസ്സിലായല്ലോ? അപ്പം ഇത് മൂന്നെണ്ണമാണ്. ഇത് മൂന്നെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഡയമെൻഷൻസ് എഴുതുന്നത്. മറ്റ് നമ്മുടെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, അതിനും ഡയമെൻഷൻസ് ഉണ്ട്. അതുകൊണ്ടല്ലേ ലെങ്ത് ഹാസ് ഡയമെൻഷന് എല്ലാണ്. മാസിന് ഇങ്ങനെ എഴുതും, സമയത്തിന് ഇങ്ങനെയാണ്. ഇലക്ട്രിക് കറന്റ് കണ്ടോ? ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് നമുക്കറിയാം ആംബിയർ ആണ് ഇല്ലേ? അതിന് ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ അല്ലേ? കെൽവിൻ ആണ്. ലൂമിനൻസ് ഇന്റൻസിറ്റി ക്യാൻഡിൽ, അത് ഡയമെൻഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ യൂണിറ്റ് എഴുതി കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഡയമെൻഷൻ ആയി? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോള്. ഇതൊക്കെ എന്താണ്? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെയൊക്കെ ഡയമെൻഷൻ എഴുതിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ ലെങ്ത്, മാസ്, ടൈം അത് വെച്ചിട്ടുള്ള ഡയമെൻഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ദ പവേഴ്സ് ഓർ എക്സ്പോണൻസ് ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ് ടു റെപ്രസെന്റ് ദാറ്റ് ക്വാണ്ടിറ്റി. മനസ്സിലായല്ലേ? പവേഴ്സ് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ബേസ് ക്വാണ്ടിറ്റീസിനെ പവേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഡയമെൻഷൻസ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡയമെൻഷൻ എഴുതാമെന്ന് നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡയമെൻഷണൽ ഫോർമുല ആൻഡ് ഡയമെൻഷണൽ ഇക്വേഷൻ. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതണം നോക്കാം. എങ്ങനെയാന്നുള്ളത് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൗ ആൻഡ് വിച്ച് ഓഫ് ബേസ് ക്വാണ്ടിറ്റീസ് റെപ്രസെന്റ് ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഹൗ ആൻഡ് വിച്ച് ഓഫ് ദ ബേസ് ക്വാണ്ടിറ്റീസ്, അതായത് ഏതൊക്കെ ബേസ് ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് ഏതൊക്കെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലാവും? അതാണ് ഈ ഡയമെൻഷണൽ ഫോർമുല എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നമുക്കറിയാം വോളിയത്തിന്റെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ വോളിയത്തിന്റെ ഡയമെൻഷൻ ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാണ് എഴുതുന്നത്. അപ്പൊ നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ് വോളിയം എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ലെങ്തിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ക്യാപിറ്റൽ എല്ല് വെച്ച്. ഡയമെൻഷൻ നമ്മളെ ബേസ് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ എടുക്കുമ്പോൾ മാസ്, ലെങ്ത്, ടൈം ഇതാണ് ബേസ് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പം ലെങ്തിനെ നമ്മൾ ക്യാപിറ്റൽ എൽ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ബ്രെഡ്ത്തും എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ എൽ ആണ്. തിക്നെസ്സും എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ എൽ ആണ്. അപ്പൊ എങ്ങനെ വരും? എൽ ക്യൂബ് എന്ന് വരും അല്ലെ? എൽ ക്യൂബ് എന്ന് തോന്നുന്നു. അപ്പൊ വോളിയത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാം, എൽ ക്യൂബ് എഴുതി. പക്ഷെ ഇത് ഡയമെൻഷണൽ ഫോർമുല ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ വേണം? മാസ്, ലെങ്ത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം അത് റെപ്രസെന്റ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? നോക്കിയേ, ഇവിടെ മാസ് ഉണ്ടോ? ഇല്ല. മാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ പവർ എങ്ങനെ എഴുതാം? 0 ആയിട്ട് എഴുതാം. 0 പവർ എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ്? 1 അല്ലേ? ഇങ്ങനെ എഴുതിയിട്ട് കുഴപ്പമില്ലല്ലോ. ദെൻ അടുത്ത ഏതാണ്? ലെങ്തിന് നമുക്ക് ഇവിടെ ഒന്ന് എൽ ക്യൂബ് വന്നു. ദെൻ സമയത്തിന് എങ്ങനെയാണ്? ടൈം ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് 0 കൊടുക്കാലോ. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ എഴുതുന്നത്, ഡയമെൻഷൻ ഫോർമുല ആക്കി എഴുതുന്നത്.
അപ്പം ഡയമെൻഷണൽ ഫോർമുല വോളിയത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെയായിട്ട് വരും? ഇത് m⁻⁴ L³ T⁻⁴ ഇതാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതുക. അതായത് ഡയമെൻഷൻ ഓഫ് വോളിയം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? അത് ഇക്വേഷൻ ആയിട്ട് മാറി. ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല ആൻഡ് ഡയമെൻഷൻ ഇക്വേഷൻ. ഡയമെൻഷൻ ഫോർമുല ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ എന്തൊക്കെ വേണം? എപ്പോഴും നമ്മുടെ മാസ്, ലെങ്ത്, ടൈം ഇതിന്റെ ബേസിലാണ് എഴുതുന്നത്. അപ്പൊ മാസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 0 കൊടുക്കാം, ലെങ്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 0 കൊടുക്കാം, സമയം മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. മനസ്സിലായി? T⁻1 കൊടുക്കാം, അല്ലെങ്കിൽ T കൊടുത്താലും മതി. ഡയമെൻഷൻ ഫോർമുല ആയിട്ട് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം എഴുതാൻ. അതിനെ ഇക്വേഷൻ ആയിട്ട് ഈക്വൽ ടു എഴുതിയ എന്തായിട്ട് മാറും? അത് ഡയമെൻഷൻ ഇക്വേഷൻ ആയി. വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഏരിയ ഉണ്ടല്ലോ, ഏരിയയുടെ ഡയമെൻഷൻ നമുക്ക് എഴുതാൻ പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഏരിയ ക്യാപിറ്റൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഡയമെൻഷൻ ഇക്വേഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെയാണ്? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എല്ലിന്റെ ലെങ്തിന്റെ ഡയമെൻഷൻ ഏതാണ്? ക്യാപിറ്റൽ L ആണ്. അതുപോലെ തന്നെ ബ്രെഡ്ത്തിന്റെ ഡയമെൻഷൻ ഏതാണ്? ക്യാപിറ്റൽ L തന്നെയാണ്. അപ്പൊ എന്ത് വരും? L² വരും. മനസ്സിലായല്ലോ? അപ്പം ഡയമെൻഷൻ ഫോർമുല ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ്? മാസ് അവിടെ ഉണ്ടോ? ഇല്ല, അപ്പൊ 0 കൊടുത്തു. ദെൻ ലെങ്ത് ഇല്ലേ, ഇതാണ് എന്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലെങ്ത് എങ്ങനെയാണ്? സ്ക്വയർ വന്നു. ദെൻ സമയം അവിടെ ഉണ്ടോ? ഇല്ല, സമയം 0. ഇതാണ് ഡയമെൻഷണൽ ഫോർമുല. അത് നമുക്ക് സിംപ്ലി നമുക്ക് L² എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. ഓക്കെ ആയല്ലോ? മനസ്സിലായോ? അപ്പൊ ദിസ് ഈസ് എ ഡയമെൻഷണൽ ഫോർമുല. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഡെൻസിറ്റി, എന്താണ് വെലോസിറ്റി, എന്താണ് ആക്സലറേഷൻ, അങ്ങനെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, എഴുതാൻ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും, 1 മാർക്കിനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അല്ലാതെ നമുക്ക് ഒരുപാട് എനിക്ക് മുന്നോട്ട് വരുമ്പോൾ ആവശ്യമുണ്ട്. അപ്പൊ ഒരു 10-20 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, കാണാതെ പഠിച്ചിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് നോക്കാം, കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കിയേ, ഏരിയ പറഞ്ഞു തന്നെയാണ്. ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ എഴുതാം, ഡയമെൻഷൻ ഓഫ് ഏരിയ. ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ്, ഡയമെൻഷന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് കേട്ടോ. അപ്പം ലെങ്ത് ക്യാപിറ്റൽ L ആണ്, ബ്രെഡ്ത്തും ക്യാപിറ്റൽ L ആണ്. അപ്പൊ ഇങ്ങനെ എഴുതാം, A ഈസ് ഈക്വൽ ടു ഏരിയ എന്ന് വെച്ചാൽ L² നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. അതായത് നമ്മൾ ഡയമെൻഷൻ ഫോർമുല ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ മാസ് അവിടെ ഉണ്ടോ? ഇല്ല, അപ്പൊ 0 ഇട്ടു. L² എന്ന് പറയുമ്പോൾ ലെങ്തിന്റെ T ഈസ് ഈക്വൽ ടു T⁻⁴ എന്ന് വെച്ചാൽ 1 തന്നെയല്ലേ, ടൈം ഇല്ല. അപ്പം ഡയമെൻഷൻ ഫോർമുല ആയിട്ട് നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ ഇങ്ങനെ എഴുതിയാലും മതി. മനസ്സിലായല്ലോ? ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പവേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാന്നല്ല പറഞ്ഞത്. ബേസ് ക്വാണ്ടിറ്റീസ് മാസ്, ലെങ്ത്, ടൈം, അതിനെ നമ്മൾ പവേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ രീതിയിലാണ് എഴുതുന്നത്. അപ്പൊ ഏരിയയുടെ ഡയമെൻഷൻ പഠിച്ചല്ലോ, L² ആണ്. പറയുന്ന കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഇനി വോളിയം നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, L³ അല്ലെ? L³ ആണ് വോളിയത്തിന്റെ ഡയമെൻഷൻ. യൂണിറ്റും കൂടെ പഠിച്ചു പോകട്ടോ. യൂണിറ്റ് ഓഫ് ഏരിയ എന്ന് വെച്ചാൽ m² ആണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് നോക്കിയേ, വോളിയത്തിന്റെ ഉണ്ട്. വോളിയത്തിന്റെ ഡയമെൻഷൻ L³ ആണ് നമ്മൾ കണ്ടു. അതിന്റെ യൂണിറ്റ് m³ ആണ്. ഇനി ഡെൻസിറ്റി ഒക്കെ ഒറ്റയടിക്ക് കാണാൻ പഠിക്കണം. അറിയാൻ മേലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതാൻ പഠിച്ചിരിക്കണം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി അല്ലെ? അപ്പൊ മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M ആണ്. വോളിയത്തിന്റെ ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വോളിയത്തിന്റെ ഡയമെൻഷൻ പിന്നെ നമ്മൾ പുറകോട്ട് പോയി ചെയ്ത് നോക്കണം. വോളിയം എന്ന് പറയുമ്പോൾ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അല്ലെ? അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണാതെ തന്നെ പഠിക്കണം. കാണാതെ തന്നെ പഠിക്കുക കേട്ടോ. വോളിയത്തിന്റെ ഡയമെൻഷൻ ഏതാണ്? L³ ആണ്. അപ്പൊ ഇങ്ങനെ എഴുതി. ഇനി നോക്കിയേ, ഇവിടെ M നമ്മൾ എഴുതി. ഇത് ഡിനോമിനേറ്ററിൽ L³ കിടക്കുന്നത്. അത് നമ്മൾ മേളിലേക്ക് വന്നു എന്തായിട്ട് മാറും? പവർ -3 ആയിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഡയമെൻഷൻ ഫോർമുല ആയിട്ട് എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതാം, M ഇവിടെ 1 ആണ് അല്ലെ? M ഇവിടെ 1 ആണ്. ദെൻ L ഇവിടെ -3 വന്നു. ടിയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 0 ആണ്. ഡയമെൻഷൻ ഫോർമുല ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, M L⁻³ ആണ്. എന്തെന്ന് പറയുന്നത്? ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. ഡെൻസിറ്റിനെ നമ്മൾ റോ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ യൂണിറ്റും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ് കേട്ടോ. അതായത് കിലോഗ്രാം
പെർ കേട്ടോ മീറ്റർ ക്യൂബ് ആണ്. അത് മേലോട്ട് പോയപ്പോൾ നമ്മൾ -3 ഇട്ടു. അപ്പൊ ആ സ്ലാഷ് ഉണ്ടല്ലോ മാറ്റിയിട്ട് നമ്മൾ -3 ഇട്ട് കഴിഞ്ഞാൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ്. അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ റേസ് ടു -3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. മനസ്സിലായല്ലോ? പഠിച്ചു പോവുക കേട്ടോ. ഇനി അടുത്ത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്? 1/t, അതായത് ടൈം പീരീഡ്. ഫ്രീക്വൻസി ഓർക്കുന്നുണ്ട്? F is equal to 1/t അല്ലേ? ഇതാണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമുക്കറിയാം ടൈം ആണ്. ടൈമിന്റെ ഡയമെൻഷൻ എന്താണ് വരുന്നത്? ടൈമിന്റെ ഡയമെൻഷൻ നമുക്കറിയാം 1/T ആണ് വരുന്നത് ഇല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? അത് മേലോട്ട് പോകുമ്പോൾ T⁻⁻1. T⁻⁻1 is the dimension of frequency. അല്ലെങ്കിൽ നമുക്ക് ഫോർമുല ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? m⁻⁴, l⁻⁴, T⁻⁻1. മനസ്സിലായല്ലോ? This is the dimension of frequency and the unit is second⁻⁻1. അല്ലെ? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ second⁻⁻1 ആണ്. കാരണം ടൈം പീരീഡ് യൂണിറ്റ് സെക്കൻഡ് അല്ല, അത് മേലോട്ട് പോകുമ്പോൾ second⁻⁻1. മനസ്സിലായോ? ഇനി അടുത്തത് നോക്കിയേ, സ്പീഡിന്റെ ഇക്വേഷൻ. സ്പീഡിന്റെ ഒക്കെ ഇക്വേഷൻ ഏതാണ് നമുക്കറിയാം? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡിന്റെ ഇക്വേഷൻ ഇല്ലേ? ഇതാ നോക്കുക, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ലെങ്ത് ആണ്. ഡയമെൻഷൻ ഓഫ് ലെങ്ത് നമ്മൾ എഴുതി. സമയത്തിന്റെ ടൈം ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെ എഴുതാം? എൽ ഉണ്ട്. ദെൻ ടി മേലോട്ട് പോകുമ്പോൾ T⁻⁻1 ആവും. LT⁻⁻1 ഡയമെൻഷൻ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് ഫോർമുല ആയിട്ട് എഴുതുവാണെങ്കിൽ m⁻⁴ LT⁻⁻1 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ദിസ് ഈസ് എ ഡയമെൻഷൻ ഓഫ് എന്താണ്? സ്പീഡ്. യൂണിറ്റ് ഓഫ് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി വെലോസിറ്റി ഇതാന്ന് നോക്കിയാൽ, വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റും ലെങ്ത് തന്നെയാണ് ഇല്ല? എൽ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന സമയം ടി ആണ്. ദെൻ ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? LT⁻⁻1 എന്ന് വരും കേട്ടോ. LT⁻⁻1 അതിന്റെ യൂണിറ്റ് എന്ന് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഓർത്തോളുക, സ്പീഡിന്റെയും എന്താണ് വെലോസിറ്റിയിലെ സ്പീഡും വെലോസിറ്റിയും കണ്ടു. അതിന്റെ രണ്ടിന്റെയും ഡയമെൻഷൻ ഒന്ന് തന്നെയാണ്, LT⁻⁻1. കാണാതെ തന്നെ പഠിക്കണം കേട്ടോ. നമുക്ക് മുന്നോട്ട് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറകോട്ട് പോകേണ്ടി വരും. സ്പീഡിന്റെ അറിയാൻ മേലെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. അതിന് പകരം നിങ്ങൾ ഇതൊക്കെ സിമ്പിൾ അല്ലേ? LT⁻⁻1 ആണ് സ്പീഡും അതുപോലെ തന്നെ വെലോസിറ്റി. ഇതിന്റെ രണ്ടിന്റെ ഡയമെൻഷൻ ഒന്ന് തന്നെയാണ്. പഠിച്ചോളൂ കേട്ടോ. സ്പീഡിന്റെ ഡയമെൻഷൻ പഠിച്ചോളൂ കേട്ടോ. സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും ഡയമെൻഷൻ ഒന്ന് തന്നെയാണ്, LT⁻⁻1. ഓക്കെ ആണല്ലോ? നമുക്ക് സ്പീഡ് ആൻഡ് വെലോസിറ്റി ഹാവ് സെയിം ഡയമെൻഷൻ ഫോർമുല. ഇനി അടുത്തത് മൊമെന്റം നോക്കിയാൽ, മൊമെന്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. മനസ്സിലായോ? അപ്പൊ മാസിന്റെ ക്യാപിറ്റൽ M ആണ്. ദെൻ വെലോസിറ്റി ഇല്ല, വെലോസിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? വെലോസിറ്റി തൊട്ട് മുന്നേ പഠിച്ചു, അതായത് LT⁻⁻1 ആണ്. അപ്പൊ വെലോസിറ്റിയുടെ അറിയാൻ മേലാന്നുണ്ടെങ്കിൽ നമുക്ക് മൊമെന്റത്തിന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വെലോസിറ്റി അറിഞ്ഞിരിക്കണം. LT⁻⁻1 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഗുണിക്കുമല്ലേ? അപ്പം MLT⁻⁻1. MLT⁻⁻1 ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? മൊമെന്റത്തിന് ഡയമെൻഷൻ. കണ്ടോ? MLT⁻⁻1. യൂണിറ്റ് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. പഠിച്ചിരിക്കണം കേട്ടോ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? മൊമെന്റത്തിന്റെ യൂണിറ്റ്. ഡയമെൻഷൻ കണ്ടല്ലോ, MLT⁻⁻1. ഇങ്ങനെ നിങ്ങൾ ഓർഡറിൽ പോയച്ചാൽ മതി. ഏരിയ L², വെലോസിറ്റി L³. മനസ്സിലായല്ലേ? സ്പീഡ് LT⁻⁻1, വെലോസിറ്റി LT⁻⁻1 കേട്ടോ. മൊമെന്റം MLT⁻⁻1. അങ്ങനെ ഓർഡറിൽ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടിക്കോളും. തന്നെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ആംഗുലാർ മൊമെന്റ് ആണ് കേട്ടോ. ആംഗുലാർ മൊമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വരും ചാപ്റ്റേഴ്സുകളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു മൊമെന്റം ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ മൊമെന്റത്തിന് നമ്മൾ ഓൾറെഡി കണ്ടു. ഏതാണ്? MLT⁻⁻1 ആണ് മൊമെന്റം. MLT⁻⁻1 മൊമെന്റം ആണ്. ദെൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് L ആണ്. ദെൻ അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ എങ്ങനെ വരും? മാസ് അതേപടി എഴുതുക. ദെൻ ലെങ്ത് ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ ഒരു L ഉണ്ട്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് A⁻m ഇൻറ്റു A⁻n ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പം A⁻m ഇൻറ്റു A⁻n എന്ന് പറഞ്ഞാൽ A⁻m+n ആണ് കേട്ടോ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. A⁻m ഇൻറ്റു A⁻n ജനറൽ ഫോർമാറ്റ് ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇസ് ഈക്വൽ ടു A⁻m+n ആണ്.
അപ്പൊ ഇവിടെ ഒരു എൽ ഉണ്ട്. എല്ലിന്റെ പവർ എത്രയാണ്? 1 ആണ്. ഇവിടെ ഒരു എല്ലും ഉണ്ട്, അതിന്റെ പവർ 1 ആണ്. അപ്പൊ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എൽ സ്ക്വയർ വരും. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ടി അതേപോലെ t⁻⁻1 മനസ്സിലായല്ലോ. അപ്പം എം എൽ സ്ക്വയർ t⁻⁻1 ആണ് ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആംഗുലാർ മൊമെന്റം. അതിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ആക്സിലറേഷൻ അല്ലെ. നമ്മൾ പറഞ്ഞു സ്പീഡ് വെലോസിറ്റി ഒക്കെ പറഞ്ഞില്ലേ. അടുത്ത നമ്മൾ വെലോസിറ്റി പറയുമ്പോൾ വെലോസിറ്റി ഡയമെൻഷൻ കൊണ്ട് L⁻⁻1 ആണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇക്വേഷൻ നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി ഡയമെൻഷൻ ഏതാണ്? L⁻⁻1 ആണ് നമ്മൾ പറഞ്ഞു. ഡിവൈഡ് ബൈ സമയം എന്ന് പറയുമ്പോൾ ടി ആണ് വരുന്നത് അല്ലേ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു L⁻⁻1 ആണ്. ദെൻ ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന ടി മേലോട്ട് പോകുമ്പോൾ t⁻⁻1 ആകും. മനസ്സിലായല്ലോ. അപ്പൊ എന്ത് വരും? എൽ ഉണ്ട്, എൽ അതേവിടെ എഴുതുക. ടി ഇവിടെ എങ്ങനെ വരും? t⁻⁻1 ഇൻറ്റു t⁻⁻1 a⁻m നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ. a⁻m ദാറ്റ് ഈസ് ഈക്വൽ ടു a⁻m+1. ആ ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ t⁻⁻1 t⁻⁻1 അപ്പൊ t⁻⁻2. ദിസ് ഈസ് എ ഡയമെൻഷൻ. L⁻⁻2 എന്ന് പറയാം. അല്ലെങ്കിൽ എമ്മും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ m⁻0 L വരും. then t⁻⁻2. ദിസ് ഈസ് എ ഡയമെൻഷൻ ഓഫ് എന്താണ്? ആക്സിലറേഷൻ. അപ്പൊ വെലോസിറ്റി ഡയമെൻഷൻ ഏതാണ്? L⁻⁻1 ആണ്. ആക്സിലറേഷൻ വരുമ്പോൾ എന്ത് വരും? L⁻⁻2. കേട്ടോ, അങ്ങനെ ഓർത്തിരുന്ന് പഠിക്കുക കേട്ടോ. യൂണിറ്റ് നമുക്കറിയാം. ആക്സിലറേഷന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷന്റെ യൂണിറ്റ്. മനസ്സിലായല്ലോ. ഇനി ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ മാസിന്റെ ഡയമെൻഷൻ എം ആണ്. ആക്സിലറേഷൻ നമ്മൾ ഇപ്പൊ പഠിച്ചു ഏതാണ്? L⁻⁻2 ആണ്. അപ്പൊ എന്ത് വരും? എം എൽ t⁻⁻2 ആണ് ഇതിന്റെ ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഇതൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പം ഫോഴ്സിന്റെ ഡയമെൻഷൻ നിങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കുക കേട്ടോ. ml⁻⁻2. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറകോട്ട് പോകണം. ആക്സിലറേഷൻ അറിഞ്ഞിരിക്കണം. ആക്സിലറേഷൻ അറിയാമെങ്കിൽ പിന്നെ നമ്മൾ പുറകോട്ട് പോകണം. വെലോസിറ്റി അറിഞ്ഞിരിക്കണം. വെലോസിറ്റി അറിയാമെങ്കിൽ പിന്നെ നമ്മളടുത്ത് അങ്ങനെ പോകേണ്ടി. അപ്പം കണക്ട് ചെയ്ത് ആദ്യം തൊട്ട് വെലോസിറ്റി ഇതാണ്. വെലോസിറ്റി കണക്ട് ചെയ്ത് വരുന്ന ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ കണക്ട് ചെയ്ത് വരുന്ന ഫോഴ്സ് ആണ്. അപ്പം ml⁻⁻2. മനസ്സിലായല്ലോ. യൂണിറ്റ് ഓഫ് ഫോഴ്സ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ? ന്യൂട്ടൺ. കണ്ടോ, ന്യൂട്ടൺ എഴുതിയിരിക്കുന്നുണ്ടോ? ഫുൾ ലെറ്റേഴ്സിൽ എഴുതുവാണെങ്കിൽ സ്മോൾ ലെറ്റർ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്ന്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്താണ് ഇമ്പൾസ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇമ്പൾസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇമ്പൾസിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ഫോഴ്സ് വാട്ടർ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സിന് നമുക്ക് ഇവിടെ കിട്ടി ml⁻⁻2 ആണ്. സമയം ഇൻറ്റു ടൈം വന്നു. അപ്പൊ എങ്ങനെ എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ്. ml⁻⁻2 ഇവിടെ ഒരു -2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പൊ എന്ത് വരും? -1 വരും അല്ലേ? -1. അപ്പം ml⁻⁻1 ആണ് ഡയമെൻഷൻ ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്നത്. എന്റെ യൂണിറ്റ് നോക്കിയാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇമ്പൾസിന്റെ യൂണിറ്റ് എന്ത് വന്നു? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് വന്നു. t⁻⁻1 എങ്ങനെയാന്ന് വന്നത് മനസ്സിലായോ? ഇത് ഈ റൂൾ ഉപയോഗിച്ചിട്ടാണ്. a⁻m × a⁻n ആണ്. ഇവിടെ നോക്കുക, t⁻⁻2 അല്ലേ? t⁻⁻2 കേട്ടോ. -2 a⁻m+n എന്ന് വരും. അതായത് a⁻, അല്ലെങ്കിൽ t⁻, ഇതാണ് എമ്മിന്റെ സ്ഥാനത്ത് -2 ആണ്. പിന്നെ എന്ത് വരും? n-ന്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പം +1. ദാറ്റ് ഈസ് ഈക്വൽ ടു t⁻⁻2 +1 എന്ന് വരുമ്പോൾ t⁻⁻1. മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് എ ഇമ്പൾസ്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് വർക്ക് ആണ് കേട്ടോ. വർക്ക് നോക്കിയാൽ വർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ നമുക്ക് ഫോഴ്സിന്റെ ഏതാണ് ഡയമെൻഷൻ നമ്മൾ കണ്ടായിരുന്നു. ഏതാണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ml⁻⁻2 ആണ് അല്ലെ. ml⁻⁻2 ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഏത് വരും? എല്ല് വരും അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? എം ഉണ്ട്, എല്ല് ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പൊ എന്ത് വരും? L² t⁻⁻2. അപ്പം ml² t⁻⁻2 ആണ് വർക്കിന്റെ ഡയമെൻഷൻ. യൂണിറ്റ് നോക്കിയാൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? ജൂൾ എന്ന് പറയാം. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എനർജി. എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. എനർജി നമ്മൾ പഠിച്ചതല്ലേ. എനർജി എന്ന് വെച്ചാൽ എബിലിറ്റി ടു ഡു വർക്ക് എന്നല്ലേ. അപ്പൊ വർക്ക് ഡൺ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം സെയിം തന്നെ വർക്ക്. അപ്പൊ എന്ത് തന്നെയാണ്? സെയിം തന്നെ. അതായത് വർക്കിന്റെ ഡയമെൻഷൻ തന്നെയാണ് ml² t⁻⁻2. എനർജിയുടെ യൂണിറ്റ് അത് തന്നെയാണ്, ജൂള് തന്നെയാണ്. മനസ്സിലായല്ലോ.
ദെൻ ഇനി അടുത്തൊരു ക്വാണ്ടിറ്റിയാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ടോർക്ക് എന്ന് പറയും കേട്ടോ. ടോർക്ക് നമുക്ക് വരും ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ ഓർത്തിരിക്കുക. ടോർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്കിന്റെ ഇക്വേഷൻ. മനസ്സിലായല്ലോ? അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഏതാണ്? mL/T⁻². ഉണ്ടല്ലേ? ഫോഴ്സിന്റെ അറിഞ്ഞിരിക്കണം, എങ്കിലാണ് നമുക്ക് ടോർക്കിന്റെ എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം mL/T⁻² ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ അത് തന്നെ വരും. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു mL²T⁻². ഡയമെൻഷൻ ഓഫ് ടോർക്ക്. അപ്പൊ ഇത് നോക്കിയേ, ഈ വർക്കും എനർജിയും ടോർക്കും ഇതിന്റെ മൂന്നിന്റെയും ഡയമെൻഷൻ ഒന്ന് തന്നെയല്ലേ? മനസ്സിലായോ? യൂണിറ്റും അതുപോലെ തന്നെ എന്താണ് ഡയമെൻഷനും ഒന്ന് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓർത്തിരിക്കുക, വർക്ക്, എനർജി ആൻഡ് ടോർക്ക് ഹാസ് സെയിം ഡയമെൻഷൻ ഫോർമുല. അപ്പൊ ഈ ഒരു ഡയമെൻഷൻ ഫോർമുല ഓർത്തിരുന്നാല് മൂന്നിനും ഒരുപോലെയാണ് നമുക്ക് എഴുതാൻ സാധിക്കും അല്ലേ? അതായത് വർക്കിന്റെ, എനർജിയുടെ, ടോർക്കിന്റെ ഡയമെൻഷൻ ഏതാണ്? mL²T⁻² ആണ്. പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി അടുത്ത് പ്രഷർ. നോക്കിയാൽ പ്രഷർ എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന് നമുക്കറിയാം എന്താണ്? ഫോഴ്സ് mL/T⁻² ആണ് ഫോഴ്സ്. ഏരിയ ആണ് നമ്മൾ കണ്ടായിരുന്നു, L² ആണ് ഏരിയ. കണ്ടോ? അപ്പൊ എന്ത് വരും? mL/T⁻² വരും. ഈ അടിയിൽ കിടക്കുന്ന L² മേളിലേക്ക് വരും, L⁻² ആവും. മനസ്സിലായല്ലോ? അപ്പം എം അതേപടി എഴുതുക. L ഇവിടെ ഒന്നുണ്ട്, ഇവിടെ -2 ഉണ്ട്. അപ്പൊ ഏത് വരും? A⁻m+n ആ ഫോർമാറ്റ് തന്നെ കേട്ടോ. അപ്പൊ -1 ഇവിടെ വരും, then T⁻². മനസ്സിലായല്ലോ? അപ്പം mL⁻1 T⁻² ആണ് പ്രഷറിന്റെ കേട്ടോ. അത് കാണാതെ പഠിക്കണം. ഞാൻ ഒരു 10-15 ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പം ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് പ്രഷർ. യൂണിറ്റ് ഓഫ് പ്രഷർ നമുക്കറിയാം kg/m/s² ആണ്, അല്ലെങ്കിൽ ഏതാണ്? പാസ്കൽ ആണ് കേട്ടോ. ഇനി അടുത്ത സ്ട്രെസ്. സ്ട്രെസ് നമുക്കിനി വരും സെക്ഷനിലൊക്കെ പഠിക്കാനുള്ളതാണ്, ചാപ്റ്റർ വരുന്നുണ്ട്. ഇപ്പൊ ഓർത്തിരിക്കുക, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, പ്രഷറിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു പർട്ടിക്കുലർ കേസ് നമ്മൾ എടുക്കുമ്പോൾ പറയുന്ന പ്രഷറിന്റെ മറ്റൊരു പേരാണ് സ്ട്രെസ് എന്ന് പറയും. അപ്പം സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്, സെയിം പോലെ തന്നെ. അതിന്റെ ഡയമെൻഷൻ ഇക്വേഷൻ ഏതാണ്? mL⁻1 T⁻² തന്നെയാണ്. യൂണിറ്റും സെയിം തന്നെ. അതാ നോക്കിയേ, പ്രഷറിന്റെയും സ്ട്രെസ്സിന്റെയും സെയിം ഡയമെൻഷൻ ഫോർമുല നമ്മൾ കണ്ടു. വർക്ക്, എനർജി, ടോർക്ക് കണ്ടില്ല? അതുപോലെ തന്നെ പ്രഷറും സ്ട്രെസ്സിന്റെയും സെയിം ഡയമെൻഷൻ ഫോർമുലയാണ്. വെലോസിറ്റി, സ്പീഡ്, ഇതിനൊക്കെ ഏതാണ്? സെയിം ഡയമെൻഷൻ ഫോർമുലയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓർത്തിരിക്കുക കേട്ടോ. ദെൻ അടുത്തത് പവർ. പവർ നമുക്കറിയാം വർക്ക് ബൈ ടൈം ആണ് അല്ലേ? വർക്കിന്റെ ഡയമെൻഷൻ ഏതാണ്? വർക്കിന് നമ്മൾ കണ്ടായിരുന്നു, വർക്ക് പറഞ്ഞിരിക്കുന്നത് mL²T⁻² ആണ്. പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പുറകോട്ട് പോകണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു 10-15 എണ്ണത്തിനെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ദെൻ വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ്, T വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏത് വരും? mL²T⁻² ഉണ്ട്. ദെൻ T മേലോട്ട് പോകും, -1 വരും. മനസ്സിലായല്ലോ? അപ്പൊ ഏത് വരും? M ഉണ്ട്, Lന്റെ വേറെ ഒന്നുമില്ല, അപ്പൊ L² തന്നെ. Tയുടെ എന്ത് വരും? -2 ഉണ്ട്, -1 ഉണ്ട്. അപ്പം A⁻m+n നില പാട് ചെയ്യുക. അപ്പം -3 വരും. mL²T⁻3 is the dimension of power. യൂണിറ്റ് വാട്ട് ആണ്, അല്ലെങ്കിൽ kg/m²/s³ കേട്ടോ, അല്ലെങ്കിൽ വാട്ട് is a unit of power. ഓക്കെ അല്ല? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു 17 എണ്ണം ഉണ്ട്. ഈ 17 എണ്ണത്തിന്റെ എങ്കിലും നിങ്ങൾ ഷുവറായിട്ടും പഠിച്ചിരിക്കുക. മിനിമം ആണ് ഞാൻ പറയുന്നുണ്ട്, മിനിമം ഈ 17 എണ്ണത്തിനെങ്കിലും ഷുവറായിട്ട് കാണാതെ പഠിച്ചിരിക്കണം. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ഓർഡറിൽ വായിച്ചാൽ മതി. ഇപ്പൊ ഡിസ്റ്റൻസ്, പിന്നെ സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വന്നുവെച്ചാൽ അതപ്പം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. പഠിക്കട്ടെ, എഴുതി തന്നെ പഠിക്കണം. ഇനി ചില ക്വാണ്ടിറ്റീസിനൊന്നും ഡയമെൻഷൻ ഇല്ല, അതായത് നമ്പറുകളൊക്കെ വരുമല്ലോ. ഇപ്പം ½ AT² അല്ലെങ്കിൽ ഹാഫ്, അങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ അതിൽ ഈ നമ്പേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ അതിന് ഡയമെൻഷൻ ഇല്ല. അതുപോലെ തന്നെ ആംഗിള് കേട്ടോ, തീറ്റ ആംഗിൾ ഒക്കെ വരുമല്ലോ, ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. മനസ്സിലല്ലോ? അപ്പൊ അങ്ങനെയുള്ള ഡയമെൻഷൻ ഇല്ലാത്ത ചില ക്വാണ്ടിറ്റീസുകളുണ്ട് കേട്ടോ. അതുപോലെ റേഷ്യോ, ട്രിഗ്നോമെട്രിക് റേഷ്യോ ഒക്കെ വരികയല്ലേ, അപ്പൊ അതിനൊക്കെ എന്താണ് ഡയമെൻഷൻ ഇല്ല കേട്ടോ. നമ്പർ, ആംഗിൾ, അതിന്റെ ട്രിഗ്നോമെട്രിക് റേഷ്യോ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നൊക്കെ വരികയല്ലേ, അപ്പൊ അങ്ങനെയുള്ളതിനൊന്നും എന്താണ് ഡയമെൻഷൻ ഇല്ല. പ്രത്യേകം ഓർക്കണം. ഇനി ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒരുപാടുണ്ടല്ലോ, അതിൽ ഡയമെൻഷൻ ഉണ്ടാവില്ല, യൂണിറ്റും ഉണ്ടാവില്ല. നമ്മൾ ഡയമെൻഷനും യൂണിറ്റും ഒക്കെ കണ്ടല്ലോ. ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, അതായത് ആദ്യത്തെ സ്ട്രെയിൻ
കേട്ടോ. സ്ട്രെയിൻ നമുക്ക് പഠിക്കാനുള്ളതാണ്, ഇപ്പൊ ഓർത്തിരിക്കുക കേട്ടോ. സ്ട്രെയിൻ എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ലെങ്തിൽ ഉണ്ടാകുന്ന ഒരു തന്നെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വസ്തുവിന്റെ നീളം ഇതാന്ന് വിചാരിച്ചു. ആ നീളത്തിന് നമ്മൾ അതിലേക്ക് സ്ട്രെയിൻ കൊടുത്തപ്പോൾ അതിന് എന്താണ് ഇത്രയായിരുന്നു നീളം, അതിന്റെ നീളം ഇത്രയും കൂടെ ആയെന്ന് വിചാരിച്ചു. മനസ്സിലായല്ലോ. അപ്പൊ നീളം അതിന്റെ സ്ട്രെയിൻ എന്ന് വെച്ചാൽ അതിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ, എന്തുമാത്രം ചേഞ്ച് ഉണ്ടായി, ഈ ചേഞ്ച് ഡിവൈഡ് ബൈ അതിന്റെ ഒറിജിനൽ ഡയമെൻഷൻ. മനസ്സിലായല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ലെങ്ത് തന്നെയല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ അതിന് ഡയമെൻഷൻ ഇല്ല. ക്ലിയർ ആയല്ലോ. ഇനി അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെ പഠിച്ചല്ലോ, ആപേക്ഷിക സാന്ദ്രത റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ പഠിച്ചതാണ്. അപ്പം അത് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഡെൻസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി തന്നെയാണ്. അപ്പൊ എന്തൊരു ഡയമെൻഷൻ ഇല്ല, അതുപോലെ യൂണിറ്റും ഇല്ല. അപ്പൊ ഇതൊക്കെ പഠിച്ചു തരാം കേട്ടോ. നോ ഡയമെൻഷൻ ആൻഡ് യൂണിറ്റ്, ഇതൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്, 1 മാർക്കിനായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് നോ ഡയമെൻഷൻ ആൻഡ് നോ യൂണിറ്റ്, സ്ട്രെയിൻ, അതുപോലെ റിലേറ്റീവ് ഡെൻസിറ്റി. ഇനി യൂണിറ്റ് ഉണ്ട് പക്ഷെ ഡയമെൻഷൻ ഇല്ല. യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് പ്ലെയിൻ ആംഗിൾ. നമ്മൾ പഠിച്ചില്ലേ, ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചില്ലേ പ്ലെയിൻ ആംഗിൾ അല്ലെ. പ്ലെയിൻ ആംഗിൾ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് അല്ലെ, ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് എന്ന് പഠിച്ചില്ലേ. അപ്പൊ അതിനൊക്കെ എന്താണ് ഡയമെൻഷൻ ഇല്ല, പക്ഷെ യൂണിറ്റ് ഉണ്ട്. പ്ലെയിൻ ആംഗിളിന് നമ്മൾ റേഡിയനാന്നൊക്കെ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ സോളിഡ് ആംഗിൾ ഇല്ലേ, സോളിഡ് ആംഗിൾ യൂണിറ്റ് ഉണ്ട്, റേഡിയൻ ആണ് യൂണിറ്റ്, പക്ഷെ അതിന് ഡയമെൻഷൻ ഇല്ല. അതുപോലെ തന്നെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിന്റെ കേസിലൊക്കെ വരുമ്പോഴാണ് ആംഗുലാർ വരുന്നത് കേട്ടോ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട്, ഇപ്പൊ ഇത് ഓർത്തിരിക്കുക. അപ്പൊ ഈ 3 ക്വാണ്ടിറ്റീസിന് എന്താണ് യൂണിറ്റ് ഉണ്ട്, പക്ഷെ എന്താണ് ഡയമെൻഷൻ ഇല്ല. നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ 2 കാര്യങ്ങൾ, ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ യൂണിറ്റ് ഉണ്ട് പക്ഷെ ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി. കൃത്യമായിട്ട് മനസ്സിലാക്കി ഓർത്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ, ഡയമെൻഷൻ ഇത്രയും കാര്യങ്ങള്. ഇനി ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇതാ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലെ. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചതല്ലേ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ. ക്യാപിറ്റൽ ജി ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഇക്വേഷൻ? ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ആദ്യമേ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതി, എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി m1 m2 ഡിവൈഡ് ബൈ r² ആണ് ഇക്വേഷൻ. നമുക്ക് എന്താണ് വേണ്ടത്? ക്യാപിറ്റൽ ജി അല്ലേ വേണ്ടത്, അപ്പൊ അതിനെ അവിടെ നിർത്തി. ക്യാപിറ്റൽ ജി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഈ r² അങ്ങോട്ട് പോയല്ലേ, അപ്പൊ r² ഡിവൈഡ് ബൈ പിന്നെ എന്ത് വരും, m1 m2 എന്ന് വരും. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പം നമുക്ക് ഇതിന്റെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഡയമെൻഷൻ ഓഫ് ജി, അപ്പൊ എന്ത് ചെയ്യണം, ബാക്കി എല്ലാത്തിന്റെയും ഡയമെൻഷൻ നമ്മൾ എടുക്കണം. ക്യാപിറ്റൽ എഫ് എന്താണ്, പിന്നെ ആറിന്റെ ഡയമെൻഷൻ എടുക്കണം. അതുപോലെ തന്നെ m1 മാസ് ആണ് അല്ലെ, അതിന്റെ ഡയമെൻഷന്. ദെൻ m2 അതിന്റെ ഡയമെൻഷൻ. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഏതാണ് നമ്മുടെ ഇതിൽ അറിഞ്ഞിരിക്കണം, ഫോഴ്സിന്റെ. അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകണം, മാസിന്റെ ആക്സിലറേഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ഷുവറായിട്ടും നിങ്ങൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ പഠിച്ചിരിക്കുക. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ m(L)T⁻² ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ കേട്ടോ. mL(T⁻²). ഇനി r എന്ന് വെച്ചാൽ എന്താണ്, റേഡിയസ്, അത് ലെങ്ത് അല്ലേ, അപ്പം ലെങ്ത്. അപ്പം L² വരും. ദെൻ ഡിവൈഡ് ബൈ m1 മാസ് ആണ്, മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M ആണ്. ദെൻ m2 എന്ന് പറഞ്ഞിരിക്കുന്ന മാസ് തന്നെയാണ്. എഴുതിയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ m വരും, ഇവിടെ ഒരു L1 ആണ് ഇവിടെ കിടക്കുന്നത്, ഇവിടെ ഒരു 2 ഉണ്ട്, അപ്പം ഇങ്ങനെ വരും, L³ വരും. ദെൻ T⁻². ഇവിടെ എന്തുണ്ട്, ഇവിടെ നമുക്ക് m² അല്ലെ, m² എന്നും വരും. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടുത്തെ m² ഒരു m ക്യാൻസൽ ആയി പോയി അല്ലെ, ഒരു m ക്യാൻസൽ ആയിപ്പോ ഇവിടുത്തെ ഇത് ക്യാൻസൽ ആയിപ്പോ പിന്നെ മിച്ചം എന്തുണ്ട്, ഇവിടെ L³ T⁻² ഉണ്ട്. പിന്നെ എന്താണ്, താഴെ ഒരു m ഉണ്ട്, അത് മേളിലോട്ട് പോകും അല്ലെ, മേളിലോട്ട് പോകുമ്പോൾ m⁻⁻1 ആണ്. മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെ എഴുതാൻ സാധിക്കും, ഡയമെൻഷൻ ഓഫ് ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, m⁻⁻1 L³ T⁻². This is the dimension of gravitational constant m⁻⁻1 L³ T⁻². മനസ്സിലായോ എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്? മനസ്സിലായോ? അപ്പൊ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ
മനസ്സിലായോ? അപ്പൊ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിലുള്ള ഒരു ടേമിന്റെ അല്ലെങ്കിൽ ഒരു നൊട്ടേഷൻ നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാവേ. അടുത്ത് നോക്കിയേ, ഫൈൻഡ് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് യൂസിങ് ദി ഇക്വേഷൻ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എച്ച് ആണ് കേട്ടോ, എച്ച് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ആ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ തന്നിട്ടുണ്ട്, മനസ്സിലായല്ലോ? ഏതാണ് ഇക്വേഷൻ? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം ഇൻറ്റു വി ആണ്. എം മാസ് ആണ്, വി എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ് കേട്ടോ, അതൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് എച്ചിനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എം വി അല്ലെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ വന്നു. ദെൻ ഡയമെൻഷൻ ഓഫ് എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ഓരോന്നിനും ഡയമെൻഷൻ എടുക്കുക. ഡയമെൻഷൻ ഓഫ് ലാംഡ, ഡയമെൻഷൻ ഓഫ് മാസ് എം, ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി. മനസ്സിലായല്ലോ? ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് അല്ലേ, ലെങ്ത് ആണ്, അപ്പം എല്ല് വരും, മാസ് എം വരും. വെലോസിറ്റിയുടെ ഏതാണ്? വെലോസിറ്റി അറിഞ്ഞിരിക്കണം, LT⁻⁻1 ആണ് കേട്ടോ വെലോസിറ്റിയുടെ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഒരു എൽ ഉണ്ട്, ഇവിടെ ഒരു എൽ ഉണ്ട്, അപ്പൊ എന്ത് വരും? L² വരും. ദെൻ മാസ് എം, T⁻ വേറെ ഒന്നുമില്ല, അപ്പൊ T⁻⁻1. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ മാസ് ML² ഇല്ലേ, ML² T⁻⁻1. അപ്പൊ എന്താണ് ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ML² T⁻⁻1. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ. അതിലെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഡയമെൻഷൻസ്, ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു 17 എണ്ണം തന്നിട്ടുണ്ട്. ആ 17 എണ്ണത്തിനെങ്കിലും നിങ്ങൾ മിനിമം കാണാതെ പഠിച്ചിരിക്കണം. എങ്കിലുള്ള ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെലോസിറ്റി അറിയാൻ മേലാന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ പുറകോട്ട് പോകേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പം ഇത് കൃത്യമായിട്ട് ഡയമെൻഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഇത്രയും പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയി കാണും ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്തൊന്ന് കാണുക. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെയും ഡൗട്ട് വരികയാണെങ്കിൽ കമന്റിൽ ചോദിക്കുക, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് അവിടെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ എക്സ്പ്ലനേഷൻസ് ഒക്കെ തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ക്ലാസ് നല്ലോണം പഠിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്, 1 മാർക്സിന്റെ ഒക്കെ ഇഷ്ടം പോലെ ചോദിക്കും കേട്ടോ. അതിപ്പോ ഡയമെൻഷൻ ഉള്ളതും യൂണിറ്റ് ഇല്ലാത്തതും അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പഠിക്കുന്ന കൂട്ടത്തില് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം. അപ്പൊ ഡയമെൻഷനെ കുറിച്ച് ഇനിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു സെക്ഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. താങ്ക് യു.